നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഒക്ടോബർ 3 വെള്ളി 2025 വാർത്തകളിലേക്ക്. 50,000 കോടി US$ ആസ്തിയുള്ള ലോകത്തെ ആദ്യ വ്യക്തിയായി മാറി ടെസ്ലയുടെയും സ്പേസ് എക്സിൻ്റെയും CEO ആയ ഇലോൺ മസ്ക് ചരിത്രം കുറിച്ചു. ഫോബ്സിൻ്റെ ശതകോടീശ്വരന്മാരുടെ ഏറ്റവും പുതിയ സൂചിക പ്രകാരം മസ്കിൻ്റെ മൊത്തം ആസ്തി 50,000-ൽ $10 കോടി. ടെസ്ലയുടെ ഓഹരി വിലയിലെ കുതിപ്പും സ്പേസ് എക്സിൻ്റെ മൂല്യവർദ്ധനയുമാണ് മസ്കിൻ്റെ സമ്പത്ത് ഈ അത്ഭുതപൂർവമായ തലത്തിൽ എത്തിച്ചത്. ഈ നേട്ടത്തോടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയെന്ന തൻ്റെ സ്ഥാനം മസ്ക് കൂടുതൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതോടെ സംസ്ഥാനത്ത് വീണ്ടും മഴ ഭീഷണി ശക്തമാകുന്നു. ഇന്ന് പുലർച്ചെയോടെ അതിതീവ്ര മഴ ന്യൂനമർദ്ദം ഒഡീഷ ആന്ധ്രാ തീരത്ത് ഗോപാൽപൂരിനും പരദീപിനും ഇടയിൽ കര തൊടുമെന്നാണ് പ്രവചനം. ഈ സാഹചര്യത്തിൽ ആന്ധ്രയിലും ഒഡീഷയിലും ശക്തമായ മഴയ്ക്കാണ് സാധ്യത. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും മഴ കനക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുകൾ. ആഗോള അയ്യപ്പ സംഗമത്തിന് നൽകിയ ഇടത് പിന്തുണയിൽ മാറ്റമില്ലെന്ന് NS ജനറൽ സെക്രട്ടറി. നല്ലതിനെ അംഗീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് G. സുകുമാരൻ നായർ ഇടത് പിന്തുണയിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയത്. അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചത് ശബരിമല വികസനത്തിന് വേണ്ടിയെന്നും മാധ്യമങ്ങൾ വിഷയങ്ങൾ വഷളാക്കിയെന്നും സുകുമാരൻ നായർ വിമർശനം ഉന്നയിച്ചു. അതേസമയം രാഷ്ട്രീയ സമദൂരം തുടരുമെന്നും NS ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു. കൂത്തുപറമ്പിൽ നാട്ടുകാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതികരിച്ച് KP മോഹൻ MLA. നാട്ടുകാർ പ്രതിഷേധിച്ച രീതി ശരിയായില്ലെന്ന് MLA പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മാലിന്യ പ്രശ്നം തന്നെ അറിയിച്ചതെന്നും പ്രതിഷേധിച്ചവർക്കെതിരെ പരാതിയില്ലെന്നും ജനപ്രതിനിധിയെ തടഞ്ഞുവെച്ചതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. MLA കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 20ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചൊക്ലി പോലീസാണ് സ്വമേധയാ കേസെടുത്തത്. ബന്ധുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ചികിത്സയ്ക്കായി രക്തം ആവശ്യം വന്നാൽ ഇനി പേടിക്കേണ്ട. പോലീസുമായി ബന്ധപ്പെടാൻ മൊബൈൽ ആപ്ലിക്കേഷനായ പോൾ ആപ്പിൻ്റെ സഹായത്തോടെ രക്തം ആവശ്യമുള്ളവർക്ക് അപേക്ഷിക്കാം. കേരള പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ ആയ പോൾ ആപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് പോൾ റെഡിൻ്റെ പ്രവർത്തനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിലേക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് PV അൻവർ. UDFുമായി ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി കേരളത്തെ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണെന്നും PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷമായ വിമർശനമാണ് PV അൻവർ നടത്തിയത്. വർഗീയ ധ്രുവീകരണം നടത്തുന്നുവെന്നും അധികാരത്തിന് വേണ്ടി തരം താഴുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറുന്നുവെന്നും അൻവർ പറഞ്ഞു. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതികരിച്ച സ്പോൺസർമാരിൽ ഒരാളായ രമേശ് റാവു ദ്വാരപാലക ശില്പം പൊതിയാൻ സ്വർണം കൊടുത്തു എന്നും സ്വർണം പൂശിയ താനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അനന്ത സുബ്രഹ്മണ്യവും ചേർന്നാണെന്നും രമേശ് റാവു പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിജിലൻസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ഹാജരാകുമെന്ന് സ്പോൺസർമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല സ്വർണ്ണപ്പാളിയുടെ പേരിൽ വ്യാപകമായ പണപ്പിരിവ് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമലയിൽ നടന്ന ആസൂത്രമായ തട്ടിപ്പും കളവുമാണെന്ന് ഭക്തർ നൽകിയ സ്വർണം ദേവസ്വം ബോർഡിന്റെയും ഇടനിലക്കാരന്റെയും അറിവോടെ കവർന്നെടുക്കുകയായിരുന്നെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മോഷ്ടാക്കളെ സഹായിക്കുന്ന നിലപാടാണ് മുൻ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും സ്വീകരിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സപ്ലൈകോയിൽ പൊതുവിപണയെ അപേക്ഷിച്ച് ആവശ്യങ്ങൾക്ക് വൻ വിലക്കുറവ്. 2020 സെപ്റ്റംബർ 29 കണക്കനുസരിച്ചുള്ള വിലക്കുറവ് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനായി ഉപഭോക്താക്കൾ റേഷൻ കാർഡ് കരുതേണ്ടതുണ്ട്. ആലപ്പുഴ റോഡിലെ കുഴിയിൽ വീണ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. കായംകുളം കാക്കനാട് സ്വദേശി തുളസിയാണ് മരിച്ചത്. 72 വയസ്സായിരുന്നു. കായംകുളം കാക്കനാട് കങ്കാലി റോഡിലായിരുന്നു അപകടം ഉണ്ടായത്. ഇന്നലെ ബന്ധുവിനൊപ്പം ബൈക്കിൽ പോകുക റോഡിൽ കുഴിയിൽ തുളസി വീണിരുന്നു. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എറണാകുളം പിറവം രാമമംഗലത്ത് മൂവാറ്റുപുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ചോറ്റാനിക്കര സ്വദേശി ആൽബിനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന വയനാട് സ്വദേശി അർജുനായി തിരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് രോഗിയുടെ ബന്ധുവിന് പരിക്ക്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ കോൺക്രീറ്റിൽ നിന്ന് പാളികൾ വീണാണ് രോഗിയുടെ ബന്ധുവിന് പരിക്കേറ്റത്. ശാന്തഗിരി സ്വദേശി നൌഫിയ നൌഷാദിന് കയ്യിലാണ് പരിക്കേറ്റത്. ബന്ധുവിനെ PMROPയിൽ ഡോക്ടറെ കാണിക്കാൻ ഇരിക്കുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത്. പൗരന്മാർക്ക് അവരുടെ മറന്നുപോയ നിക്ഷേപങ്ങൾ കണ്ടെത്താനും തിരികെ നൽകാനും സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രാജ്യവുമായി ബോധവൽക്കരണം നടത്തുന്ന നിക്ഷേപം, ഡിവിഡൻഡ്, ഓഹരികൾ, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിലായി രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളിലായി അവകാശത്തിലായി കിടക്കുന്ന 80,000 കോടി രൂപയാണ് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിട്ടിരിക്കുന്ന 3 മാസത്തെ ക്യാമ്പയിൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്തത്. വിജയദശമി ആഘോഷങ്ങൾക്കിടെ മധ്യപ്രദേശിൽ ദുരന്തം. ഖാണ്ടി ജില്ലയിൽ ട്രാക്ടർ ട്രോളി പുഴയിലേക്ക് മറിഞ്ഞു 11 പേർ മരിച്ചു. വിഗ്രഹ നിമജ്ജനം കഴിഞ്ഞ് മടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 6 പെൺകുട്ടികളാണ്. 25 പേർ അപകട സമയത്തും ട്രോളിയിൽ ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ട കൂടുതൽ പേർക്കായി തിരച്ചിൽ തുടരുകയാണ്.
കരൂർ ആൾക്കൂട്ട ദുരന്തത്തിന് മുൻപ് TVK സ്ഥാപക നേതാവും നടനുമായ വിജയ്ക്ക് നേരെ ചെരുപ്പറിയുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ പുറത്തു. ഒരു യുവാവ് ചെരുപ്പറിയുന്നതാണ് ദൃശ്യങ്ങൾ ഉള്ളത്. വിജയ്ക്ക് പിന്നിൽ നിന്നാണ് ഇയാൾ ചെരുപ്പറിയുന്നത്. യുവാവ് എറിയുന്ന ചെരുപ്പ് വിജയുടെ അടുത്തുകൂടിയാണ് പോകുന്നത്. ആസൂത്രമായി ചെരുപ്പേറുണ്ടായിരുന്നു എന്നാണ് TVKയുടെ പരാതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ RSS വഹിച്ച പങ്കിനെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദം തള്ളി AIMIM പ്രസിഡന്റും ലോക്സഭ MPയുമായ അസദുദ്ദീൻ ഒവൈസി RSSന്റെ സംഭാവനകൾ ഉയർത്തിക്കാട്ടി സ്മാരക തപാൽ സ്റ്റാമ്പും നാണയം പുറത്തിറക്കി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് പവൻ ഖേരെ. സവർക്കർ ബ്രിട്ടീഷുകാരൻ പെൻഷനായി കൈപ്പറ്റുന്ന തുകയുടെ 60 രൂപയുടെ നാണയമാണ് പുറത്തേക്കേണ്ടിയിരുന്നതെന്ന് പവൻ ഖേര എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പരിഹസിച്ചു. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജനാധിപത്യത്തിനെതിരായ ആക്രമണമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിവാഹ വാഗ്ദാനം നൽകി യൂറോപ്യൻ യുവതിയെ ബലാത്സംഗം ചെയ്ത് 1 ലക്ഷം യൂറോ തട്ടിയെടുത്ത കേസിൽ ഒരാൾക്ക് 10 വർഷം കഠിന തടവ് ശിക്ഷ പ്രത്യേക ഫാസ്റ്റ് കോടതി ചൊവ്വാഴ്ച വിധിച്ചു. കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ച യുവാവിന്റെ അമ്മയ്ക്ക് 5 വർഷ തടവും ഇരുവർക്കും യഥാക്രമം 7.90 ലക്ഷം രൂപയും 5.90 ലക്ഷം രൂപയും പിഴയും കോടതി ശിക്ഷിച്ചു. ഗുജറാത്ത് തീരത്തോട് ചേർന്നുള്ള സർ ക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ സൈനിക സാന്നിധ്യവും അടിസ്ഥാന സൗകര്യങ്ങളും വിപുലീകരിച്ചതിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത്. പാകിസ്ഥാൻ ഈ മേഖലയിൽ ഏതെങ്കിലും തെറ്റായ നീക്കം നടത്തിയാൽ അത് ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റിമറിക്കുന്ന ശക്തമായ പ്രതികരണത്തിന് കാരണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 3 തവണ അമേരിക്കയിലെത്തിയ പാകിസ്ഥാൻ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ വിമർശനം. ഏറ്റവും ഒടുവിൽ സന്ദർശനത്തിനിടെ പാകിസ്ഥാനിലെ സാധുക്കളുടെ സാമ്പിൾ അടങ്ങിയ പെട്ടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നിൽ തുറന്നാണ് രാഷ്ട്രീയ കോളിളക്കത്തിന് കാരണം. രാഷ്ട്രീയമായി പാകിസ്ഥാൻ നാണക്കേടായി മാറിയ പ്രവൃത്തിയെന്നാണ് പാർലമെന്റിൽ ഉയർന്ന വിമർശനം. പാക് അധീന കാശ്മീരിൽ ക്രമസമാധാന നില വഷളാകുന്നതിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാക് അധീന കാശ്മീരിലെ സംഘർഷപരമായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ രൂപം കൊടുത്ത മധ്യസ്ഥ സമിതി അദ്ദേഹം വിപുലീകരിക്കുകയും ചെയ്തു. ദിവസങ്ങളായി പാക് അധീന കാശ്മീരിൽ പാക് സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഒക്ടോബർ അവസാനത്തോടെ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ക്രമേണ സാധാരണ നിലയിലാക്കുന്നതിനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ സമീപനത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. ആസാമീസ് ഗായകൻ സുബിൻ ഗാർഗിന്റെ മരണത്തിൽ ഗാർഗിന്റെ മാനേജർ സിദ്ധാർത്ഥ് ശർമ്മയ്ക്കും സിംഗപ്പൂരിലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സംഘാടകൻ ശ്യാംഗാനും മഹന്തയ്ക്കുമെതിരെ കൊലപാതക കുറ്റം ചുമത്തി ആസാം പോലീസ്. ഇരുവരെയും ബുധനാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തു. 2019 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിവധം പുനഃസൃഷ്ടിച്ച് വിവാദ നായികയായ ഹിന്ദു മഹാസഭാ നേതാവ് പൂജ ശങ്കൻ പാണ്ഡെയെ കൊലക്കുറ്റത്തിന് പോലീസ് തിരയുന്നു. തൈവാന് മേൽ വീണ്ടും സമ്മർദ്ദതന്ത്രവുമായി ചൈന. ഇന്നർ മംഗോളിയയിലുള്ള സുരിഹെ പരിശീലന കേന്ദ്രത്തിൽ ചൈന അധിനിവേശ പരിശീലനം ഊർജ്ജമാക്കിയതായി റിപ്പോർട്ടുകൾ. തൈവാൻ തലസ്ഥാനമായ തായ്പേയിലെ സർക്കാർ കെട്ടിടങ്ങളുടെ ഒരു വലിയ മാതൃക വികസിപ്പിച്ചുകൊണ്ട് ചൈന സൈനിക തയ്യാറെടുപ്പുകൾ ശക്തമാക്കുന്നതായി റിപ്പോർട്ടുകൾ. ഗാസയിലേക്ക് ആവശ്യ സഹായങ്ങളുമായി എത്തിയ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബെ അടക്കമുള്ളവരെ നാടുകടത്തുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. സ്ഥാനസമുദ്രം വർദ്ധിപ്പിക്കാൻ ശസ്ത്രക്രിയ നടത്തിയവർക്കെതിരെ ശിക്ഷാ നടപടികളുമായി ഉത്തര കൊറിയൻ ഭരണകൂടം. ബ്രിട്ടനെ നടുക്കി മാഞ്ചസ്റ്ററിൽ ജൂതരുടെ പുണ്യദിനത്തിൽ സിനഗോഗിന് മുന്നിൽ ആക്രമണം. മാഞ്ചസ്റ്ററിലെ മിഡിൽ ഡൺ റോഡിൽ ഹിറ്റൻ പാർക്ക് ഹീബ്രു കോൺഗ്രേഷൻ സിനഗോഗിന് മുന്നിലാണ് പ്രാദേശിക ഇസ്ലാമിലെ 9 ആക്രമണം ഉണ്ടായത്. മാഞ്ചസ്റ്ററിൽ ഇന്നലെ ജൂത ദേവാലയത്തിന് നേരെ ഭീകരാക്രമണം നടത്തിയ സംഭവത്തിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ഗാസ മുനമ്പിന് നേർക്ക് ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ 52 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.